rocking out, headbang going out of my mind. Coming hot, going down, picking up, I leave a cradle when I dive. See it from a bird's eye. I'm ready to taste no more nights to slow pick up. ഹായ്, നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ലേഔട്ട് ഡിസൈൻ ആയിരുന്നു നോക്കിയത്. നമ്മുടെ പ്രൊജക്റ്റിന് എങ്ങനെയാണ് ഓരോ മൊഡ്യൂൾസിൻ്റെയും ലേഔട്ട് വരുന്നത് എന്നുള്ളതാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് മൊഡ്യൂളാണ്. പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും അതുപോലെ കസ്റ്റമർ ഫ്രണ്ട് എൻഡിൽ ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത ഐറ്റംസ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു. നമ്മൾ ഹോം പേജ് ഡിസൈൻ ചെയ്തിരുന്നു, പിന്നെ പ്രൊഡക്റ്റ് പേജ് ഡിസൈൻ ചെയ്തിരുന്നു. പ്രൊഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വരുന്ന പേജ് ചെയ്തു. പിന്നെ നമ്മൾ കാർട്ട് പേജ് ചെയ്തു. ഇത്രയായിരുന്നു നമ്മൾ ലൈവ് ഡിസൈനകത്ത് ചെയ്ത് നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റിലെ ഐറ്റംസ് ആഡ് ചെയ്യുന്നതും ആഡ് ചെയ്ത ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമായിട്ടുള്ള സെക്ഷൻസാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയറിയാം, നമുക്ക് ഒരു ഇമേജ് ഉണ്ട്. നമുക്കപ്പം ഇൻപുട്ടായിട്ട് പ്രൊഡക്റ്റ് ഇമേജ് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. ഇതിനുവേണ്ടിയുള്ള ഡേറ്റ മോഡൽസ് എല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ നമ്മൾ ലാസ്റ്റ് മൂവീസൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ ജാങ്കോ അഡ്മിൻ്റെ ഒരു കേസ് പറഞ്ഞിരുന്നല്ലോ. ജാങ്കോ ബാക്ക്എൻഡ് അഡ്മിൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഓരോ മോഡലിലേക്കും ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിരുന്നു. നമുക്കിപ്പം ഞാൻ ആ അഡ്മിൻ തന്നെ റീയൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മൂവി അഡ്മിൻ്റെ പോലെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ആഡ് ചെയ്യുന്നില്ല, പകരം ജാങ്കോ അഡ്മിൻ തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള കമാൻഡ് പൈത്തൺ manage.by ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ സെക്ഷനിൽ നോക്കിയതായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, യൂസർ നെയിം ഞാൻ ബ്രോ യൂസർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇമെയിൽ അഡ്രസ്സ് ഒന്നും കൊടുക്കുന്നില്ല. പാസ്വേഡ് ഓക്കെ, ഞാനൊരു 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞൊരു പാസ്വേഡാണ് കൊടുത്തത്. ഇത് ഇവർ പാസ്വേഡ് വാലിഡേഷൻ, അതായത് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു സിമ്പിൾ പാസ്വേഡ് കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രോ യൂസർ എന്ന് പറഞ്ഞൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഞാൻ റൺ സെർവർ അടിക്കുന്നു, അതായത് നമുക്ക് ബാക്ക് ആൻഡ് അഡ്മിനിലേക്ക് കയറാൻ വേണ്ടി. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ അഡ്മിൻ എടുക്കുവാണ്. അഡ്മിൻ ഞാൻ സെപ്പറേറ്റ് ഒരു ടാബിൽ എടുക്കുവാണ്. ഇതിൽ ഞാൻ യൂസർ നെയിം ബ്രോ യൂസർ കൊടുത്തു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അത് ഗ്രൂപ്പ്സും യൂസേഴ്സും മാത്രമേ വന്നിട്ടുള്ളൂ, കാരണം നമ്മൾ എല്ലാ മോഡലുകളും അഡ്മിനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ് നമ്മൾ അഡ്മിൻ്റെ പാർട്ട് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, രജിസ്റ്റർ ചെയ്യുന്ന മോഡലുകൾ മാത്രമായിരിക്കും അഡ്മിനിൽ ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അഡ്മിനിലേക്ക് ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് മോഡൽ മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. ഞാൻ തൽക്കാലം അത് മാത്രം രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുവേണ്ടി പ്രൊഡക്റ്റ് മോഡലിനകത്ത് admin.py എടുക്കുന്നു. അവിടെ ഞാൻ പ്രൊഡക്റ്റിൻ്റെ മോഡൽ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അഡ്മിനകത്ത് admin.site.register എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. സേവ് ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് മോഡലിനകത്ത് ഇൻപുട്ടായിട്ട് ടൈറ്റിൽ, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, പ്രയോറിറ്റി, ഓക്കെ ഇതെല്ലാം ഉണ്ട്. ഡിലീറ്റ് സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ ഒന്ന് റിഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊഡക്ട്സ് മോഡൽ അഡ്മിനകത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അഡ്മിനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രൊഡക്റ്റ് മോഡൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് നേരെ പ്രൊഡക്റ്റെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും, അതേ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആഡ് ചെയ്യുവാണ്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നെയിം, ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് എന്നാണെങ്കിൽ പ്രൊഡക്റ്റ് നെയിം കൊടുക്കുന്നു, പ്രൈസ് കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടുന്ന് തന്നെ കോപ്പി എടുത്ത് കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇമേജ് ഇമ്പോർട്ട്, നമ്മുടെ ഇമേജ് കൊടുക്കുന്നു. ഓക്കെ, പ്രയോറിറ്റി വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിലൊക്കെ കാണിക്കണമെങ്കിൽ ഈ പ്രയോറിറ്റി യൂസ് ചെയ്യാന്ന്. പ്രയോറിറ്റി വാല്യൂ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു.
ഇപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആഡായി. ഇനി അടുത്ത പ്രോഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പ്രൈസ് കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു. നേരത്തെ ഞാൻ ചെയ്ത അതേ സ്റ്റെപ്സുകൾ തന്നെ. ഏതാണോ പ്രൊഡക്റ്റ് ആ ഐറ്റം ചൂസ് ചെയ്യുന്നു. പ്രയോറിറ്റി വാല്യൂ ഉണ്ടെങ്കിൽ പ്രയോറിറ്റി വാല്യൂ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും ഒരേ നെയിം കിടക്കുന്നത്. നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്ഡേറ്റ് ചെയ്യാനും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നതാണ്. നെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഓക്കെ, ഇതേപോലെ നമുക്ക് പ്രൊഡക്ട്സ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് ആൻഡ് ടേബിളിൽ ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ ടേബിളിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് ആൻഡ് ടേബിളിൽ കിടക്കുന്ന ഈ പ്രൊഡക്റ്റുകളെ ഫ്രണ്ടിലേക്ക് വരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ജാങ്കോ മോഡലിൻ്റെ ട്യൂട്ടോറിയൽ എടുക്കുന്ന സമയത്ത് നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ബാക്ക് ആൻഡ് ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ നോർമലി തന്നെ വ്യൂ ഫംഗ്ഷനകത്ത് നമുക്ക് ആ ബാക്ക് ആൻഡ് ഡേറ്റ മോഡൽസ് ഫെച്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതുന്നു. ആ ഫെച്ച് ചെയ്തെടുത്ത ഡേറ്റ നേരെ നമ്മുടെ HTML റെൻഡർ ചെയ്യിക്കുന്നു, അല്ലേ? ഇതാണ് റെൻഡർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് HTML വരുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. നമ്മൾ ആദ്യം എഴുതുന്നു, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വ്യൂ ഫംഗ്ഷനിലേക്ക് ചെല്ലുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ലിസ്റ്റ് പ്രൊഡക്ട്സ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നമ്മൾ ലിസ്റ്റ് പ്രൊഡക്ട്സിനകത്തൊരു ഫംഗ്ഷൻ എഴുതുവാണ് നമ്മുടെ കംപ്ലീറ്റ് ബാക്ക് എൻഡിൽ കിടക്കുന്ന ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഈക്വൽ ടു പ്രൊഡക്ട്സ് പ്രൊഡക്റ്റ് ഡോട്ട്. ഓക്കെ, പ്രൊഡക്റ്റ് നമ്മൾ ഇതുവരെ നമ്മുടെ ജാങ്കോ മോഡൽസ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ആദ്യം അത് ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ ഡോട്ട് സ്പേസ് നേരത്തെ സംസാരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് റിലേറ്റീവ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം? അതായത് നമുക്ക് നിൽക്കുന്ന ഫോൾഡറിൽ തന്നെ ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ നിന്നുകൊണ്ട് തന്നെ കിടക്കുന്ന ആ ഫോൾഡറിൽ തന്നെയുള്ള models.py ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡോട്ട് സ്പേസ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കിവിടെ ഏത് മോഡ്യൂളാണെന്ന് സ്പെസിഫൈ ചെയ്യണം. പ്രൊഡക്റ്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ. അതായത് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റിൽ കിടക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ എത്തി. അടുത്ത നമുക്ക് ഡിക്ഷണറി ആയിട്ട് നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡിക്ഷണറി വേണം, ഏതെങ്കിലും ഒരു ഡിക്ഷണറി. അതിനുവേണ്ടി ഞാൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഡിക്ലെയർ ചെയ്തു. ഇതിനകത്ത് കീ ആയിട്ട് പ്രൊഡക്ട്സും വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റും പാസ് ഇടുന്നു. ഓക്കെ, അടുത്ത നമ്മൾ ഈ റെൻഡർ ഫംഗ്ഷനകത്ത് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഡിക്ഷണറി ഇവിടെ പാസ് ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മളിനി products.html ടെംപ്ലേറ്റിനകത്ത് ഈ വന്ന ഡിക്ഷണറിയിലെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതണം. അതിനുവേണ്ടി ഞാൻ products.html എടുക്കുന്നു. products.html എത്തി. ഓക്കെ, products.html നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ്.html റെൻഡർ എഴുതേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ്.html എത്തി. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഈ സോർട്ട് വേണ്ട, അത് കളഞ്ഞേക്കാണ്. നമ്മളത് റൈറ്റിങ് മുമ്പോട്ടൊക്കെ വെച്ച് സോർട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ട, അത് കളഞ്ഞേക്കാണ്. ഓക്കെ, നമ്മളിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ സാധാരണഗതി നമ്മൾ മിക്കവാറും ടെംപ്ലേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടെംപ്ലേറ്റ് എന്തെങ്കിലും ഒരു പാറ്റേണിലായിരിക്കും ഈ ഡേറ്റ പ്രിൻ്റ് ചെയ്യിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 എണ്ണം വെച്ചിട്ടാണ് ഒരു റോയിൽ പ്രിൻ്റ് ആയിരിക്കുന്നത്, അല്ലേ?
അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഫോർ ലൂപ്പിനകത്തുള്ള ലോജിക്ക് എഴുതാൻ വേണ്ടി. ഓരോ റോയിൽ എത്ര എണ്ണമാണെന്നുള്ളത് ആ റോ വൈസ് വരുന്ന രീതിയിൽ. നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെംപ്ലേറ്റ് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് ഒരു റോയിൽ 4 കോളം വെച്ചിട്ടാണ് ഇവിടെ പ്രിൻ്റ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഡേറ്റ കിട്ടുന്നത് ഒരു സിംഗിൾ ലിസ്റ്റായിട്ടാണ്. ആ ലിസ്റ്റിനെ തന്നെ നമുക്ക് വീണ്ടും ഒരു 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കോഡ് നോക്കിയാൽ അത് മനസ്സിലാവും. ഇത് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതുവർ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഓരോ റോ, അടുത്ത റോ, ആ റോയ്ക്കകത്ത് വീണ്ടും 4 എണ്ണം, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വരുന്നത് ശരിക്കും വ്യൂ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഒരു സിംഗിൾ ലിസ്റ്റായിട്ടാണ്. ആ വരുന്ന ലിസ്റ്റിനെ വീണ്ടും നമ്മൾ ഒരു 4 ആയിട്ട് മാറ്റണം. ആ വരുന്ന 4നെ വീണ്ടും നമ്മളൊരു ലൂപ്പിലിട്ട് ഐട്രേറ്റ് ചെയ്ത് 4 എണ്ണം വീതം നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഇഫ് കണ്ടീഷൻ എഴുതി ചെയ്യേണ്ടി വരും. അതൊരു നല്ല ലോജിക്കല്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ടാഗ്, എന്തെങ്കിലും ഒരു കസ്റ്റം ടാഗ്സ് എഴുതേണ്ടി വരും. കസ്റ്റം ടാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റിൽ എന്തെങ്കിലും കണ്ടീഷണൽ ഓപ്പറേഷൻസോ ടെംപ്ലേറ്റിനകത്ത് വരുന്ന ഡേറ്റയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ, എന്തെങ്കിലും ഡേറ്റയിൽക്കകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ബിൽറ്റിൻ ടാഗ്സ് ഉപയോഗിച്ച് ടൈറ്റിൽ കേസ് മാറി ക്യാപിറ്റലൈസ് ചെയ്ത് സ്മോൾ ലെറ്റർ ചെയ്തു, അങ്ങനെ പലതും നമ്മൾ ബിൽറ്റിൻ ടാഗുകൾ ജാങ്കോ ടെംപ്ലേറ്റ് യൂസ് ചെയ്തായിരുന്നു. അതായത് ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റിൻ ടാഗുകൾ. അതല്ലാതെ നമ്മൾ ഇതുവരെ നമ്മുടേതായ ടാഗുകൾ നമുക്ക് എഴുതാനുള്ള ഓപ്ഷനും ഉണ്ട്. അതാണ് കസ്റ്റം ടാഗ് എന്ന് പറയുന്നത്. കസ്റ്റം ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ ടെംപ്ലേറ്റിൽ എത്തിയ ശേഷം ആ ഡേറ്റയിൽ നമുക്ക് എന്തെങ്കിലും ഫങ്ഷണൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ, എന്തെങ്കിലും ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് കസ്റ്റം ടാഗ്സുകൾ എഴുതേണ്ടി വരും. ഈ കസ്റ്റം ടാഗ്സ് എങ്ങനെയാണ് എഴുതുന്നത്? നമുക്ക് ഇപ്പോൾ ഇവിടെ വേണ്ട കസ്റ്റം ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 100 ഡേറ്റയാണ് വരുന്നതെങ്കിൽ ആ 100 ഡേറ്റേനെല്ലാം ഒരു സെപ്പറേറ്റ് ചങ്ക്സ് ആയിട്ട്, അതായത് ഒരു 4 എണ്ണം വീതമുള്ള സെപ്പറേറ്റ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു തവണ ഇറ്ററേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ 4 എണ്ണം കിട്ടുക, അതിനെ ലൂപ്പ് ചെയ്യുക, അങ്ങനെ നമുക്ക് ഡേറ്റ കിട്ടിയാലായിരിക്കും നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മുടെ കസ്റ്റം ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജാങ്കോയിൽ എങ്ങനെയാണ് കസ്റ്റം ടാഗ് രജിസ്റ്റർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ കസ്റ്റം ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ജാങ്കോയുടെ ഏത് ആപ്പിലാണോ നമ്മൾ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ടെംപ്ലേറ്റ് ടാഗ്സ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സിനകത്താണ്, ഇതിനകത്ത് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ടെംപ്ലേറ്റ് ടാഗ്സ്. ഓക്കെ, ഇത് ശരിക്കും ഈ മൊഡ്യൂളിൻ്റെ ടെംപ്ലേറ്റ് ടാഗ്സുകൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ടെംപ്ലേറ്റ്സ് ടാഗ്സിനകത്ത് ഈ ഒരു ഇനിറ്റ് പൈ എന്ന് പറയുന്ന ഇതിട്ടേ, കാരണം അത് വേറെ ഒന്നിനുമല്ല, ഇതൊരു പൈത്തൺ മൊഡ്യൂളാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് ടെംപ്ലേറ്റ് ടാഗ്സിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ എന്താണോ നമ്മുടെ ടാഗിന് കൊടുക്കുന്ന പേര്, ആ പേരിൽ വേണം നമ്മളിത് സേവ് ചെയ്യാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് റോസ് സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ വേറെ ചങ്ക്സ് എന്ന് പറഞ്ഞു കൊടുക്കും, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. chunks.py എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുക്കും. നമ്മുടെ ടാഗിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ലിസ്റ്റ് ഡേറ്റേനെ നമ്മളൊരു 4 സെപ്പറേറ്റ് 4 ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒരു തവണ ആദ്യത്തെ ഇറ്ററേഷനിൽ 4 എണ്ണം വരണം, അടുത്ത ഇറ്ററേഷൻ വീണ്ടും ആ ചങ്ക്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അടുത്ത 4 എണ്ണം ആയിരിക്കണം, അടുത്ത 4 എണ്ണം. ഇങ്ങനൊരു കണ്ടീഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ടെംപ്ലേറ്റ് ടാഗ്സ് ക്രിയേറ്റ് ചെയ്തു. ടാഗ്സിനകത്ത് നമ്മളൊരു ഫയൽ ഇട്ടു, chunks.py. അതിനകത്ത് chunks.pyക്കകത്ത് ആദ്യം നമ്മൾ ജാങ്കോയുടെ ടെംപ്ലേറ്റ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ജാങ്കോയുടെ ടെംപ്ലേറ്റ് മൊഡ്യൂളിൽ തന്നെ ഉള്ള ഒരു ലൈബ്രറി ഉണ്ട്, അത് നമ്മൾ ലോഡ് ചെയ്യിക്കണം. അതിനുവേണ്ടി രജിസ്റ്റർ ടെംപ്ലേറ്റ് ഡോട്ട് ലൈബ്രറി എന്ന് പറയുന്ന ക്ലാസ് ലോഡ് ചെയ്യുക. ഓക്കെ, ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നോക്കിയറിയാം, രജിസ്റ്ററിങ് ടെംപ്ലേറ്റ് ടാഗ്സ്. അതായത് ഈ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ടാഗ്സും ഫിൽറ്ററും ഒക്കെ വരുന്നത്. എ ക്ലാസ് ഫോർ രജിസ്റ്ററിങ് ടെംപ്ലേറ്റ് ടാഗ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്, കമ്പൈൽഡ് ഫിൽറ്റർ ആൻഡ് ടെംപ്ലേറ്റ് ടാഗ് ഫംഗ്ഷൻ ആർ സ്റ്റോർഡ് ഇൻ ദ ഫിൽറ്റേഴ്സ് ആൻഡ് ടാഗ്സ്. ഓക്കെ, നമ്മളിപ്പോൾ രജിസ്റ്റർ എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ലൈബ്രറി ക്ലാസ് ലോഡ് ചെയ്യിച്ചു. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഫംഗ്ഷൻ എഴുതുവാണ്.
നമ്മൾ ആദ്യം ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി രജിസ്റ്റർ ഡോട്ട് ഫിൽറ്റർ, ഇതിനകത്ത് നമ്മൾ എന്താണോ ടാഗിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, ആ പേര് ഞാൻ ചങ്ക്സ് എന്നിട്ടു. ഓക്കെ, ഇനി നമ്മൾ ഫംഗ്ഷൻ എഴുതുവാണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ചങ്ക്സ് എന്നിട്ടു. ഈ ഫംഗ്ഷനകത്ത് നമുക്ക് 2 പാരാമീറ്ററുകൾ ആവശ്യമാണ്. ഒന്ന് നമ്മുടെ അറേ അല്ലെങ്കിൽ ലിസ്റ്റ്, അതിന് വേണ്ടി ഞാൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് അത് എത്ര സൈസിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അതായത് ചങ്ക് സൈസ് എത്രയാണെന്നുള്ളത്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറയിൽ 10 ഡേറ്റ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആദ്യ തവണ ഈ ഒരു ടാഗ് കോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 4 കിട്ടണം, ഒരു സെപ്പറേറ്റ് ചങ്കായിട്ട് കിട്ടണം. അടുത്ത തവണ വീണ്ടും കോൾ ചെയ്യുമ്പോൾ അടുത്തത് കിട്ടണം. അപ്പോൾ നമുക്കതിന് ചങ്ക് സൈസ് എന്ന് പറഞ്ഞ് ആ സൈസും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമുക്കിപ്പം നമ്മുടെ വ്യൂ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3, പ്രൊഡക്റ്റ് 4 ഇങ്ങനെ കുറേ ഡേറ്റ ആയിരിക്കും നമുക്ക് വരുന്നത്. P6, P7, P8 കുറേ ഡേറ്റ ആയിരിക്കും. ഞാൻ ഈ P എന്ന് കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിനെയാണ്. P10 അതായത് ഒരു 11 ഡേറ്റ വരുന്നുണ്ടെന്ന് കരുതാം. നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് വേണ്ടത് ആദ്യത്തെ 4 അതായത് P1, P2, P3 ആദ്യം ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം P1, P2, P3 ആദ്യം, P1, P2, P3, P4 ആദ്യം ഡിസ്പ്ലേ ചെയ്യുക. പിന്നീട് നമുക്ക് വേണ്ടത് P4, P5, P6, P7, P8 വരിക. പിന്നെ അടുത്ത ലൈനിൽ P9, P10, P11 അതായത് 3 ആദ്യത്തേനകത്ത് 4, പിന്നത്തേനകത്ത് 4, പിന്നെ വരുമ്പോൾ 3. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ടാഗ് ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ 4 കിട്ടേണ്ടത്, അടുത്ത തവണ കോൾ ചെയ്യുമ്പോൾ ഈ 4 കിട്ടണം, അടുത്ത തവണ കോൾ ചെയ്യുമ്പോൾ ഈ 3 കിട്ടണം. ശരിക്കും ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പം ഇതിനകത്ത് നമ്മുടെ സാധാരണ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒരു കോൾ ചെയ്യുന്നു, അത് റിട്ടേൺ ചെയ്യുന്നു, അവിടെ എൻഡ് ചെയ്യുന്നു അല്ലേ. ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻസ്, അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കോളിൽ ആ ഫംഗ്ഷൻ അവിടെ ജസ്റ്റ് റിട്ടേൺ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം ആദ്യത്തെ ഫംഗ്ഷൻ കോളിൽ ആദ്യത്തെ 4 ഡേറ്റ സെൻഡ് ചെയ്യണം, അടുത്ത ഫംഗ്ഷൻ കോളിൽ നെക്സ്റ്റ് 4 ഡേറ്റയാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫംഗ്ഷൻ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു പോസ് റെസ്യൂം പോലെ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരു തവണ കോൾ ചെയ്യും, അപ്പോൾ ആദ്യത്തെ 4 എടുത്തു കൊടുക്കുന്നു, നെക്സ്റ്റ് തവണ കോൾ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 4 എടുക്കുന്നു. സാധാരണ പോലെ ഒരു ഒറ്റ ഫംഗ്ഷൻ കോളിൽ അവൾ റിട്ടേൺ ചെയ്യുകയല്ല, നമ്മൾ ഓരോ കോളിലും ഫംഗ്ഷൻ ഒന്ന് റെസ്യൂം ചെയ്യുകയും പിന്നീട് അത് വീണ്ടും ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പൈത്തണിൻ്റെ തന്നെ ഒരു ഫീച്ചർ ഉണ്ട്. അതാണ് ജനറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയും. ജനറേറ്റർ ഫംഗ്ഷൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ഇതാണ്. ജനറേറ്റർ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതിന് പകരം ഈൽഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതിന് ഫംഗ്ഷന് നോർമൽ ഫംഗ്ഷൻ പോലെ തന്നെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ റിട്ടേണിന് പകരം ഈൽഡ് എന്നുള്ള ഒരു കീവേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ കേസ് ഫംഗ്ഷനിൽ നമുക്കൊരു സിംഗിൾ റിട്ടേൺ ആണ് നടക്കുകയുള്ളൂ. ഇതിനകത്ത് അങ്ങനെയല്ല, നമ്മളൊരു വാല്യൂ ഈൽഡ് റിട്ടേൺ പകരം ഈൽഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഓരോ തവണ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും നെക്സ്റ്റ് ഈൽഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫംഗ്ഷൻ ഉണ്ട്, സിമ്പിൾ ജനറേറ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കിടക്കുന്നു. ഇവിടെ ഈൽഡ് 1, ഈൽഡ് 2, ഈൽഡ് 3 എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഈ സിമ്പിൾ ജനറേറ്റർ ഫംഗ്ഷൻ തന്നെ സെക്കൻഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് പ്രിൻ്റ് ആവുന്നു. തേർഡ് ടൈം കോൾ ചെയ്യുമ്പോഴത്തേക്ക് 3 എന്ന് പറയുന്ന പ്രിൻ്റ് ആവുന്നു. അതായത് ഓരോ തവണ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഈൽഡ് ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെനാരിയോ അനുസരിച്ച് വരുമ്പോൾ ഫസ്റ്റ് ടൈം ഇത് കോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 4 ഡേറ്റ ഈൽഡ് ചെയ്യുന്നു, സെക്കൻഡ് ടൈം ഈ ഫംഗ്ഷൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 4 ഡേറ്റ എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് വരും. അപ്പോൾ ആ ഒരു വേണ്ടിയുള്ള ഫംഗ്ഷൻ നമുക്ക് എഴുതാം. ആദ്യം ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, പിന്നീട് ഞാൻ ഓരോ എലമെൻറ്റും എടുക്കുന്നു, എക്സിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് നമ്മൾ വന്ന ലിസ്റ്റിൽ നിന്ന് വരുന്ന ലിസ്റ്റ് ഡേറ്റയ്ക്കാണ് ഞാൻ ഇതിനെ ലിസ്റ്റ് ഡേറ്റ എന്ന് എടുക്കാം, കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ലിസ്റ്റ് ഡേറ്റയിൽ നിന്ന് എടുക്കുന്നു. ആ ഡേറ്റേനെ നമ്മൾ നമ്മുടെ എംപ്റ്റി ചങ്കിലേക്ക് അപ്പെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുന്നു, ഒരു കൗണ്ട് വെക്കും. അതായത് നമുക്ക് വേണ്ട
4ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 4ആയി എന്നറിയാൻ വേണ്ടി ഒരു കൗണ്ട് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഓരോ തവണ ഡേറ്റ ആഡ് ചെയ്യുമ്പോഴും നമ്മുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം സൈസ് ഓക്കെ 4 ആയോ, 4 എന്നല്ല, നമ്മുടെ കൊടുത്ത സൈസായോ, നമ്മളിപ്പോൾ 4 സൈസാണ് നമുക്ക് വേണ്ടത്, സൈസായോ ഒന്ന് ചെക്ക് ചെയ്യുന്നു. സൈസ് ആയെങ്കിൽ നമ്മളവിടെ ഡേറ്റ, അതായത് നമ്മുടെ ചങ്ക് ഡേറ്റ റിട്ടേൺ ചെയ്യുന്നു. അതായത് ആദ്യത്തെ ഡേറ്റ, രണ്ടാമത്തെ ഡേറ്റ, മൂന്നാമത്തെ ഡേറ്റ, അപ്പോൾ 4 ഡേറ്റ ആയിട്ടുണ്ടെങ്കിൽ ആ 4 ഡേറ്റയും റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഈ സൈസ് മീറ്റ് ചെയ്യാതെ വരാം. കാരണം ചിലപ്പോൾ എല്ലാ തവണയും ഈ ലിസ്റ്റ് ഡേറ്റ ഓരോ തവണ ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്തും അവസാനം അയക്കണ സമയത്ത് ഈ ലിസ്റ്റ് ഡേറ്റയിൽ ചിലപ്പം ആ ചങ്ക് സൈസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അതേപടി തന്നെ ഉള്ള ഡേറ്റ, ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യാം. I0 ആക്കുക, ചങ്ക് empty ആക്കുക. ലാസ്റ്റ് ടൈമിൽ, അതായത് ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്നു, ഈ ലിസ്റ്റ് ഡേറ്റ ഇപ്പം 4, 8 ഉള്ളെങ്കിൽ ഓക്കെ, ലാസ്റ്റ് കറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതേസമയം 10 ഉള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇതിനകത്ത് ആദ്യത്തെ 4 അപ്പൻഡ് ചെയ്യുന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റ് കോൾ I 4 ആകുമ്പോഴത്തേക്ക് നേരെ ആദ്യത്തെ 4 ഡേറ്റ റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് ഡേറ്റ അപ്പൻഡ് ചെയ്യുന്നു, അടുത്ത 4, അതായത് 8 വരെയുള്ള അപ്പൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് നോക്കി 9, 10, അതായത് ഇവിടെ ഐയുടെ വാല്യൂ 2 ആയിട്ടുള്ളൂ, പക്ഷേ ഈ ഇഫിൽ കയറുന്നില്ല, ഇവിടെ ഫോർ ലൂപ്പ് തീരും. അതുകൊണ്ടാണ് ഞാനിവിടെ അവസാനം കിടക്കുന്ന ഡേറ്റയൊന്ന് പോകാൻ വേണ്ടി ഇങ്ങനെയും കൂടി ഇട്ടു. ഓക്കെ, ഇതിപ്പം നമ്മൾ ചങ്ക്സ് ടാഗ് രജിസ്റ്റർ ചെയ്തു, ഫംഗ്ഷൻ എഴുതി. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഈ ഫ്രണ്ടിൽ വരുത്തുന്നത് നോക്കാം. അതായത് നമ്മുടെ ഡാറ്റ ടെംപ്ലേറ്റിൽ എങ്ങനെയാണ് പ്രിൻ്റ് ആക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ നേരെ ഇവിടെ എത്തുന്നു, നമ്മുടെ ടെംപ്ലേറ്റ് എടുക്കുന്നു. നമ്മുടെ ടെംപ്ലേറ്റ് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിനാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഇത് അൺഡു ചെയ്ത് കളഞ്ഞേക്കണേ. ഓക്കെ, നമ്മുടെ ടാഗ് നെയിം ലോഡ് ചങ്ക്സ് എന്നാണ്. നമ്മുടെ ടാഗ് നെയിം ചങ്ക്സ് എന്നാണ്. നമ്മൾ ലോഡ് സ്റ്റാറ്റിക് ഒക്കെ ലോഡ് ചെയ്യിച്ച പോലെ തന്നെ നമ്മുടെ ഇതിനകത്തും നമ്മുടെ ചങ്ക് ടാഗ്, ഇപ്പോൾ നമ്മൾ കസ്റ്റം ടാഗ് പറഞ്ഞ് എഴുതിയതാണ്, ആ കസ്റ്റം ടാഗ് ലോഡ് ചെയ്യിക്കുക. അതിനുവേണ്ടി ലോഡ് ചങ്ക്സ് എന്ന് പറഞ്ഞ് ടാഗ് ലോഡ് ചെയ്യിക്കുക. അതിനുശേഷം നമ്മുടെ ഇതിനകത്ത് വേണ്ടത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു റോയിൽ 4 അപ്പോൾ നമുക്ക് സിംഗിൾ റോ തന്നെ ഇടയുള്ളൂ. ഇനി നമ്മൾ കാരണം സിംഗിൾ റോ നമ്മൾ ഐട്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടി ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടെംപ്ലേറ്റിൻ്റെ ഫോർ ലൂപ്പ് എന്താ പറയുക, നമുക്ക് വേണ്ടത് ആദ്യം നമ്മുടെ ടോട്ടൽ ഡേറ്റ, നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഡേറ്റയിൽ ഓരോന്നിനെയും 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആദ്യം എടുക്കണം. അതിനുവേണ്ടി നമ്മുടെ കസ്റ്റം ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ചങ്ക്സ് ഇൻ പ്രൊഡക്ട്സ്. ഓക്കെ, നമ്മുടെ ഫിൽറ്റർ യൂസ് ചെയ്യാൻ, നമ്മുടെ കസ്റ്റം ഫിൽറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പൈപ്പ് സിമ്പിൾ ഇടുക. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ പേര് ചങ്ക്സ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 4, നമുക്ക് 4 ആയിട്ടാണ് വരേണ്ടത്. അതായത് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ചങ്ക്സ് ടാഗ് വർക്ക് ചെയ്യും, നമ്മുടെ പ്രൊഡക്ട്സിനെ ഓരോ 4 ഇത് സ്പ്ലിറ്റ് ചെയ്ത് അതാണ് ഈ പ്രൊഡക്റ്റ് ചങ്ക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ബേസിക്കലി ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു 4 ഐട്രബിൾ ആയിട്ട് ലിസ്റ്റ്, ഐട്രബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേറ്റ് ചെയ്യാവുന്ന നമ്മുടെ ലിസ്റ്റൊക്കെ പോലെ ഒരു 4 പാർട്ടായിട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ N4 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും ഇപ്പം നമ്മുടെ ഡേറ്റ കിടക്കുന്നത്, ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന
നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ വ്യൂ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്തിരിക്കുന്നത് ഡിക്ഷണറി. ഓക്കെ, നമ്മുടെ കോണ്ടക്സ്റ്റ് ഡിക്ഷണറിയിലെ കീ എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ആണ്. ആ പ്രൊഡക്ട്സിനകത്ത് എല്ലാ ഡേറ്റയും ഉണ്ടാവും. എല്ലാ ഡേറ്റയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡിൽ വരുന്ന നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എത്ര ഡേറ്റയുണ്ട്, 1 2 3 4 5 6 പ്രൊഡക്ട്സും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വരുന്നത് ആദ്യത്തെ റോയിൽ 4 എണ്ണം, അടുത്ത റോയിൽ 2 എണ്ണമായിട്ട് 2 റോസ് ആണ് നമുക്ക് വരേണ്ടത്. ആദ്യത്തെ റോയിൽ ഫസ്റ്റ് 4 പ്രൊഡക്റ്റ്, അടുത്തത് 2 പ്രൊഡക്റ്റ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ എത്തുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലെത്തി. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനല്ല, പ്രൊഡക്റ്റ് ലിസ്റ്റിൽ വരുന്നു. ലൂപ്പിൽ ആദ്യം നമ്മൾ വന്ന പ്രൊഡക്ട്സിനെ 4 ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, ഓക്കെ, ഇവിടെ ഈ ചങ്ക്സ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐട്രബിൾ ആയിരിക്കും. ഐട്രബിൾ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഒരു ഐട്രബിൾ ആണ്. ലിസ്റ്റ് ഐട്രബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നിങ്ങൾ ഫോർ ലൂപ്പ് വെച്ച് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഐട്രബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ലിസ്റ്റിലെ ഡേറ്റ നമ്മൾ ഐട്രേറ്റ് ചെയ്തെടുക്കാറുണ്ട്, അതേപോലെ ചിലപ്പോൾ ടപ്പിളിലെ ഡേറ്റ ഐട്രേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഐട്രബിൾ എന്ന് പറയും. ഐട്രബിൾ എന്ന് വെച്ചാൽ ഒരു നെസ്റ്റ്, അത് നിങ്ങൾ പൈത്തണിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പൈത്തൻ്റെ ഐട്രബിൾ എന്താണെന്ന് നോക്കിയറിയാം. നമുക്കൊരു നെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ തവണ ഐട്രേറ്റ് ചെയ്ത് ഡേറ്റ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഐട്രബിൾ. ഇപ്പോഴും ജനറേറ്റർ ഫംഗ്ഷൻ ഞാൻ നേരത്തെ സംസാരിച്ചു പറഞ്ഞു, ഒരു തവണ ആ ജനറേറ്റർ ഫംഗ്ഷൻ ശരിക്കും ആക്ച്വലി ആ ഫംഗ്ഷൻ എൻഡ് ചെയ്യുമല്ല, ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും ആ ഡേറ്റ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യല, ഓരോ തവണ ഡേറ്റ കോൾ ചെയ്യുമ്പോൾ പുതിയ വാല്യൂ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ചങ്ക്സിനകത്തും അത് തന്നെയാണ് നടക്കുന്നത്. ഓരോ തവണ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും ആദ്യത്തെ 4 എണ്ണം, അടുത്ത 4 എണ്ണം, അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഡേറ്റ കിട്ടുകയാണ് ചെയ്യുന്നത്.